പക്ഷേ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി CBI അന്വേഷണം തള്ളി. മാത്രമല്ല കൊലപാതക സാധ്യത കൃത്യമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുമുണ്ട്. ഇനി ഏക പ്രതീക്ഷ ഗവർണറിലാണ്. ഇതിലൊരു ദൃക്സാക്ഷിയായി വീണാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നു. ഒപ്പം മഞ്ജുഷയെ അവർ കാണാൻ പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് രാജ്ഭവനിലേക്ക് ഗവർണറെ കാണാൻ ഒരു നീക്കം നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ കേസിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത ട്വിസ്റ്റുകൾ സംഭവിക്കില്ലേ? ഗവർണർക്ക് അതിൻ്റെ അകത്ത് ഇടപെടാനായിട്ടുള്ള അധികാരവും സാധ്യതയും എത്രയുണ്ട് എന്നതിനനുസരിച്ചിരിക്കും ഇനി അത് വീണ്ടും CBIയിലേക്ക് പോകുമോ ഇല്ല എന്നുള്ള കാര്യം തീരുമാനിക്കാൻ. കാരണം നമ്മൾ നേരത്തെ തന്നെ പല ചർച്ചകളും നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു CBI അന്വേഷണത്തിന് പോകാനുള്ള സാധ്യത കുറവാണ് ഇതിനകത്ത്. പക്ഷേ നമ്മുടെ ആഗ്രഹം CBI അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. കാരണം നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി ട്വിസ്റ്റുകൾ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായി എന്നുള്ളതാണ്. ആദ്യം അത് ആത്മഹത്യ തന്നെയാണ് എന്ന നിലക്കായിരുന്നു വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം അത് പല ഘട്ടങ്ങളും കഴിഞ്ഞ സമയത്ത് അത് കൊലപാതകമാണ് എന്ന് വരുന്ന തരത്തിൽ പല തെളിവുകളും ഹാജരാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിലൊന്നാണ് നമ്മുടെ ദൃക്സാക്ഷി. അപ്പോൾ ഈ ദൃക്സാക്ഷി നേരെ ഗവർണറെ ചെന്ന് കണ്ട് പറയാൻ പോണേ, ഞാൻ ഇത് കണ്ടു, നവീൻ ബാബുവിനെ കുറേ ആളുകൾ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് എന്നവർ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഗവർണർ അത് വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ എനിക്ക് ഈ ദൃക്സാക്ഷിയുടെ ഒരു ക്രെഡിബിലിറ്റി എത്രയാണ് അല്ലെങ്കിൽ വിശ്വാസ്യത എത്രയാണെന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു. കാരണം അങ്ങനെ ഒരാൾ കണ്ടത് അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് വലിയ സംഭവമല്ലേ ശരിക്കും പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ പിടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ തീർച്ചയായിട്ടും കൊലപാതക സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഇത് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ചോരക്കര കണ്ടതൊക്കെ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി പോലും ഒരു തെളിവായിട്ട് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ തന്നെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇത് കൊലപാതകമാണോ എന്നുകൂടി അന്വേഷിക്കണം എന്ന നിർദ്ദേശം. ഇനി യഥാർത്ഥത്തിൽ അന്വേഷണം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്താണ് എന്നുള്ള കാര്യം പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെപ്പോഴും അത് സംഭവിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുന്നത് ഇത് ഭരണകൂടവുമായിട്ടും ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ അനുമാനമാണ്, അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കക്ഷികൾ അല്ലെങ്കിൽ അതിൻ്റെ തൽപര കക്ഷികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ അവരുടെ താല്പര്യ സംരക്ഷണാർത്ഥം പോലീസ് ചലിച്ചാൽ അവർ പറയുന്നതാണ് ശരി എന്ന് വരും. പക്ഷേ പോലീസ് അങ്ങനെ ആവാൻ പാടില്ല. പോലീസ് ആരെയും കേൾക്കാൻ പാടില്ല. പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്യുക, നമ്മളത് വിശ്വസിക്കുക, അതാണ് ശരി. പക്ഷേ പലപ്പോഴും അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറില്ലാത്തതിൻ്റെ കാരണം ഏത് ഭരണകൂടവും അവരുടേതായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി അതിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അടർത്തിയെടുക്കാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. അത് ഇക്കാര്യത്തിലുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം അതിനെ സഹായിക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് എന്താണ് CBI അന്വേഷിക്കണം. അപ്പോൾ CBI അന്വേഷണം മുന്നോട്ട് വെക്കപ്പെട്ട സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പാർട്ടി CPM പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ CBI എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ കൂട്ടിലടച്ച തത്തയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടൂൾ, ഒരു ഉപകരണം മാത്രമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരന്വേഷിക്കാനായിട്ട് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ നമുക്കറിയാം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI ഇടപെട്ട് CPMൻ്റെ 4 പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അതിൻ്റെ അകത്ത് പ്രതികളാക്കപ്പെടുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയിലെത്തിയ സമയത്ത് അതിന് സ്റ്റേ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കൺഫ്യൂസറാണ്. നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ പറയുന്നതെല്ലാം സത്യത്തോട് ചേർന്ന അർദ്ധസത്യങ്ങൾ എന്ന നിലക്ക് ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഗവർണറുടെ അടുത്തേക്ക്
ഇവർ രണ്ടുപേരും കൂടി ചെല്ലുന്ന സമയത്ത് നവീൻ ബാബുവിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ ദൃക്സാക്ഷിയായിട്ടുള്ള വീരാമണി അല്ലേ, അവർ രണ്ടുപേരും കൂടി ചെന്ന് കഴിഞ്ഞാൽ അവർ ഗവർണർക്ക് മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഗവർണർക്ക് എന്ത് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷകനായിട്ടല്ല അദ്ദേഹം ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കലാണ്. അതിനുവേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല നിരന്തരമായിട്ട് BJPയുടെയും RSSൻ്റെയും കാര്യപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു സംഘപരിവാർ അംഗം കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടെ കാര്യങ്ങൾ കേൾക്കുകയും ഇടപെടുകയും ചെയ്താൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ വേണമെങ്കിൽ സംഭവിച്ചേക്കാം. ഇതിൽ തുടക്കമേ CBI വരണ്ട എന്ന് പറയുമ്പോഴും CPMൻ്റെ കണ്ണൂരിലെ മുൻ ജില്ലാ പ്രസിഡന്റ് ദിവ്യയാണ് ആദ്യം അറസ്റ്റിലാകുന്നത്. പിന്നീട് ഇതിൽ ഏറ്റവും കൂടുതൽ മുഖ്യപ്രതിയായി കാണേണ്ടത് പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പ് ഉടമയാണ്. പക്ഷെ അയാൾക്കെതിരെ ഒരു നീക്കവും നടത്താൻ ഈ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു വ്യാജ പരാതി അയച്ചിട്ട് പോലും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഇവരാരും തയ്യാറാകില്ല എന്ന് പറയുമ്പോൾ CBI വരുന്നതിനെ ഇവർ ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ CBI വന്നു കഴിഞ്ഞാൽ ചില സത്യങ്ങൾ പുറത്തു വരും, അതിൽ ഉരുളുന്നത് വലിയ ഉന്നതന്മാരുടെ CPMലെ ഉന്നതന്മാരുടെ തലയാകുമെന്നുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ ഭയമല്ലേ ഈ CBI കൂട്ടിലിട്ട തത്ത എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് CBI വരണ്ട എന്നുള്ള തീരുമാനത്തിലെത്താനുള്ള കാരണം? CBI വരണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ആളുകൾക്ക് കരുതാം. കാരണം എന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമാണല്ലോ. സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിനേക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും നിലനിൽപ്പുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി തീരുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അതങ്ങനെ വരാത്തതെന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഭയപ്പാടിൻ്റെയും നിലപാടിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. ഭയപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. CBI വന്നു കഴിഞ്ഞാൽ കുറ്റവാളികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ CPMകാരെ അതിൻ്റെ അകത്തൊക്കെ വലിച്ചെടുക്കുകയും പ്രതികളാക്കപ്പെടുകയും ചെയ്തേക്കാം എന്നവർ ഭയപ്പെടുന്നു. ഇനി യഥാർത്ഥത്തിൽ കുറ്റവാളികളാണ് അവർ എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നു. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട സാഹചര്യം. ഒന്ന്, യഥാർത്ഥ കുറ്റവാളികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ലോബികളിൽ പെട്ടതാണോ എന്ന ഭയം. രണ്ടാമത്തെ ഭയം എന്ന് പറഞ്ഞാൽ അതിലൊന്നും CPMന് ഒരു പങ്കുമില്ലെങ്കിൽ പോലും നാളെ കുറേ എണ്ണത്തിനെ പറക്കിക്കൂട്ടി പ്രതികളാക്കി CBI വെച്ചേക്കാം എന്ന് പറയുന്നതായിട്ടുള്ള ഭയം. രണ്ടും ഭയമാണ്. അതിൽ ആദ്യത്തെ ഭയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തുതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് CBI പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ ഉപകരണങ്ങളായിട്ട് മാറിത്തീരുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഭയമാണ്. ഈ രണ്ട് ഭയങ്ങളും അവരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അത് ആ രീതിയിൽ ശക്തമായിട്ട് തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ നമുക്കിപ്പറയാം, നമ്മുടെ ഹൈക്കോടതിയിൽ ഈ വിഷയം വന്ന സമയത്ത് ഞാൻ നേരത്തെ ഉള്ള ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോടതിയുടെ മുന്നിൽ എപ്പോഴും ഒരു തീരുമാനം എടുപ്പിക്കുന്നതും കോടതിയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തെളിവുകൾ കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഈ കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഈ മഞ്ജുഷയ്ക്ക് വേണ്ടി വാദിച്ചതായിട്ടുള്ള വക്കീലിനെ ഹൈക്കോടതിയുടെ മുന്നിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ ഉന്നയിച്ച പോരല്ല, ഉന്നയിക്കുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ അവിടെ ഹാജരാക്കണം. അതങ്ങനെ ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം കോടതി സ്വാഭാവികമായിട്ട് എപ്പോഴും ഏത് വിഷയത്തിലും ഇടപെടുമ്പോൾ അവരന്വേഷിക്കുന്നത് അവർക്ക് നിയമപരമായിട്ട് എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകളുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അവരെ തള്ളും. അതുകൊണ്ടാണ് പല കേസുകളിലും നമ്മൾ കോടതിയെ പഴിക്കും. ഇതെന്തൊരു കോടതി, ഇങ്ങനെയൊക്കെയാണ് കോടതി പോകുന്നതെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് കഴിയും? അതുപോലെ തന്നെ കോടതിയെ നമ്മൾ പുകഴ്ത്തും. എന്ത് മഹത്തരമായിട്ടുള്ള കാര്യം. എല്ലാവരും എതിർത്ത് ആർക്കും രക്ഷയില്ല എന്ന് കരുതപ്പെടുന്ന സമയത്ത് നമുക്ക് ആകെ ശരണം കോടതി മാത്രം എന്ന് നമ്മൾ പറയും, കോടതിയെ പുകഴ്ത്തുകയും ചെയ്യും. അപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, വിധികൾ നമ്മളുടെ ആത്മനിഷ്ഠമായ
നിലപാടുകൾക്കനുസൃതമായും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസൃതമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു, വിലയിരുത്തുന്നു. അതാണ് അതിൻ്റെ ഒരു വശം. അതാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി നമ്മളുടെ ഇഷ്ടവും അനിഷ്ടവും അല്ല പ്രധാനപ്പെട്ടത്. സമൂഹത്തിലൊരു കാര്യം നടക്കുമ്പോൾ ആ കാര്യം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശത്തിൻ്റെ പ്രശ്നമാണ്. അത് നിർവഹിക്കപ്പെടാതെ, കോടതിയിൽ നിർവഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, ഭരണകൂടത്തിൽ നിർവഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയാൽ നിർവഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും, നമ്മൾ വലിയ ക്ഷോഭം കാണിക്കും. ഇവിടെ നമുക്ക് നവീൻ ബാബുവിൻ്റെ കേസ് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. പക്ഷേ അത് നടന്നില്ല. നടക്കാതെ പോയതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ മഞ്ജുഷയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീൽ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം അത്ര നല്ലതായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.